അഭിഷേക് ശ്രീകുമാർ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ പറഞ്ഞ ക്വീർ ഫോബിക്കായ കാര്യം എല്ലാവരും മറന്നു തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ ഗേ ആയ, ട്രാൻസ്ജെൻഡറായ, ലെസ്ബിയനായ, ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആരെങ്കിലും അതിപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ടാകും. സമൂഹത്തിൽ മോശം കാര്യം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തു വന്നിരിക്കുന്ന വ്യക്തി എന്നാണ് ഒരേ പ്ലാറ്റ്ഫോമിൽ മത്സരിക്കുന്ന തൻ്റെ സഹജീവിയെ അഭിഷേക് വിശേഷിപ്പിച്ചത്. സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി എന്നാണ് അഭിഷേക് ക്വീർ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത്. കണ്ടു നിന്നവർ ലെറ്റ് ഹിം എന്ന് പറയുന്നതും കേൾക്കാം. എങ്ങനെയാണ് ഈ വിദ്വേഷം പറയുന്നതിനെ ലെറ്റ് ഹിം എന്ന് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? മനുഷ്യരുടെ, സമൂഹത്തിൻ്റെ അന്തസ്സോടെയുള്ള ജീവിതത്തിനെ ഹനിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ സിവിലൈസ്ഡ് സമൂഹം ലെറ്റ് ഹിം എന്ന് പറഞ്ഞ് അംഗീകരിക്കുമോ? അതിന് അനുമതി കൊടുക്കുമോ? പാടില്ലാത്തതാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ക്വീർ വ്യക്തി, ഏതെങ്കിലും ഒരു കുട്ടിയെ, ഏതെങ്കിലും ഒരു ഫാമിലിയെ അഭിഷേക് പറയുന്നത് പോലെ ടാർഗറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാൻ സാധിക്കുമോ? അത് സാധ്യമല്ല. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ലിംഗവും ലൈംഗികതയും മാറ്റാം എന്ന വിവരമില്ലായ്മകളാണ് ക്വീർ വിരുദ്ധ ആൾക്കൂട്ടങ്ങളുടെ പ്രത്യേകത. ലിംഗവും ലൈംഗികതയും അങ്ങനെ ടാർഗറ്റ് ചെയ്ത് കുട്ടികളിലും കുടുംബങ്ങളിലും മാറ്റാം എന്നായിരുന്നെങ്കിൽ ഈ ക്വീർ മനുഷ്യരൊക്കെ ഇങ്ങനെ കിടന്ന് തല്ലുകൊള്ളുമോ? അവർ ഈസിയായി ആണും പെണ്ണും ഹെട്രോസെക്ഷലും ഒക്കെ ആയിരുന്നേനെ. അവർ ബൈനറികളിൽ തന്നെ സുരക്ഷിതമായിരുന്നേനെ. പക്ഷെ അവർ ഈ ബൈനറികളിലല്ല. വൈവിധ്യമാർന്ന ലൈംഗിക സ്വത്വങ്ങളാണവർ. അവരവരായിരിക്കാൻ പറയുന്ന അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ അങ്ങ് ഡൽഹി ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ കയറി ഇറങ്ങുന്ന വെറും പാവങ്ങളായ മനുഷ്യർ. ആ മനുഷ്യരെയാണ് ആണത്ത പ്രിവിലേജിൽ വന്നിരുന്ന് മോശം കാര്യം ചെയ്യുന്ന കമ്മ്യൂണിറ്റി എന്നൊക്കെ അഭിഷേക് കുമാർ താറടിക്കുന്നത്. അഭിഷേക് റെപ്രസെന്റ് ചെയ്യുന്ന ഹേട്രോ നോർമേറ്റീവായ സമൂഹമാണ് അജണ്ടയുമായി നടക്കുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ ആണും പെണ്ണുമല്ലാതെ മറ്റൊരു ജെൻഡർ ഇല്ലാത്തത് ടാർഗറ്റ് ചെയ്യുന്നതല്ലേ? നിങ്ങളുടെ പ്രണയദിനത്തിൽ സ്ത്രീയും പുരുഷനും ഹെട്രോസെക്ഷൽസും മാത്രം ഉള്ളത് ടാർഗറ്റ് ചെയ്യുന്നതല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ക്വീർ മനുഷ്യരുടെ നിലനിൽപ്പില്ലാത്തത് ടാർഗറ്റ് ചെയ്യുന്നതല്ലേ? നിങ്ങളുടെ സിനിമകൾ അതൊന്നും ടാർഗറ്റ് ചെയ്യുന്നതല്ലാതെയാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു ഗേ അല്ലെങ്കിൽ ക്വീറായ മനുഷ്യർ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കുട്ടികളെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുന്നതാകുന്നത്? ഇതിനോടകം തന്നെ ഹോമോഫോബിക്കായ, ക്വീർ ഫോബിക്കായ മതമൗലികവാദ കൂട്ടങ്ങൾ അഭിഷേകിന്റെ പ്രസ്താവനയെ ഏറ്റെടുക്കുകയും ആഘോഷമാക്കുകയും ചെയ്തു കഴിഞ്ഞു. ബിഗ് ബോസ് പോലെ വ്യക്തികളുടെ സ്വകാര്യതയും അന്തസ്സും വിറ്റ് കാശാക്കുന്ന പ്രോഗ്രാമുകൾ ഇത്തരം സാമൂഹിക വിരുദ്ധമായ വ്യക്തികൾക്ക് വിസിബിലിറ്റി നൽകുന്നത് വലിയ വിപത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ക്വീർ സമൂഹം ലോകത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന സമൂഹങ്ങളിൽ ഒന്നാണ്. സ്വത്തം മറച്ചുവെച്ചും അഭിനയിച്ചും താല്പര്യമില്ലാത്ത ബന്ധങ്ങളിൽ സമ്മർദ്ദം മൂലം ചെന്നുപെട്ടുമാണ് അവരിൽ പലരും ഇപ്പോഴും ജീവിക്കുന്നത്. അവരിൽ വലിയൊരു പക്ഷവും സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കങ്ങളിലാണ് അവരിൽ പലരും സുരക്ഷിതമെന്ന് തോന്നിയ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ഐഡന്റിറ്റി പുറത്തേക്ക് പറഞ്ഞ് വെളിയിൽ വരാൻ തുടങ്ങിയത്. 2014 നൽസ കേസിൽ സുപ്രീം കോടതി മൂന്നാമത്തെ ഒരു ജെൻഡറിനെ ഇന്ത്യയിൽ അംഗീകരിച്ചു. 2018 സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് സ്വവർഗ ലൈംഗികതയെ കുറ്റവിമുക്തമാക്കുകയും അവരുടെ നിലനിൽപ്പിനെ ഇന്ത്യയിൽ ലീഗലായി അംഗീകരിക്കുകയും ഉണ്ടായി. ഇതൊക്കെ വെറുതെ നടന്നു എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. വിഖ്യാതവും വിപുലവുമായ വാദപ്രതിവാദങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമാണ് ഈ വിധി പ്രസ്താവങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അനുച്ഛേദം 21 സ്വകാര്യത ഇന്ത്യയിൽ മൗലികാവകാശമാണ്. എൻ്റെയോ നിങ്ങളുടെയോ സ്വകാര്യത മൗലികാവകാശമാകുമ്പോൾ ലൈംഗിക സ്വത്വം, ലിംഗം, പങ്കാളി അങ്ങനെ എല്ലാം ആ സ്വകാര്യതയ്ക്കുള്ളിൽ വരുന്നതാണ്. ഞാൻ മാത്രമാണ് അവിടെ സർവാധികാരി. മൂന്നാമതൊരാൾക്ക്, സ്റ്റേറ്റിന്, അഭിഷേക് കുമാർക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. സോഷ്യൽ മീഡിയയിൽ ക്വീർ സമൂഹത്തിൽപ്പെട്ട മനുഷ്യർക്ക് അന്തസ്സോടെ ജീവിക്കാൻ പറ്റാത്ത, എന്തിന് ഒരു പോസ്റ്റ് പോലും ഇടാൻ അറപ്പുണ്ടാക്കുന്ന കമന്റുകളും സൈബർ ലിഞ്ചിങ് വരെ നടക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്യന്തം കൂട്ടായതും സംഘടിതവുമായ അക്രമങ്ങളാണ് ഗേയും ലെസ്ബിയനും ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെയുള്ള ക്വീർ സമൂഹം നേരിടുന്നത്. ഈ കമന്റുകൾക്ക് പൊതുവായ രീതി, പൊതുവായ ഘടന, സമാന സ്വഭാവങ്ങൾ, ഇവ പോസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഫേക്ക് ആയിരിക്കുക എന്നിങ്ങനെയുള്ള പാറ്റേണുകൾ പോലും നമുക്ക് കാണാൻ സാധിക്കും. അഭിഷേക് കുമാർ ബിഗ് ബോസ് പോലെയുള്ള ഷോകളിൽ ഇരുന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധവും വിദ്വേഷപരവുമായ പ്രസ്താവനകൾ ആഘോഷിക്കുന്നതും ഈ കൂട്ടങ്ങളാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസം, എന്തിന് ഈ തൊട്ട് കഴിഞ്ഞയാഴ്ച പോലും ഒന്നിന് പിറകെ ഒന്നായി ക്വീർ സമൂഹത്തിലെ അംഗങ്ങളിൽപ്പെട്ട പലരും തുടർച്ചയായി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. വീട്ടുകാരെ ഭയന്ന് നാട്ടിൽ നിന്ന് ഒളിച്ചോടി സൈബർ ലിഞ്ചിങ്ങും ഓൺലൈൻ മീഡിയ വേട്ടയാടലുകൾക്കും ശേഷമാണ് ഇവരിൽ പലരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് സഹജീവികളെ അപേക്ഷിച്ച് 4 ഇരട്ടിയിലധികമാണ്
ക്വീർ മനുഷ്യർക്കിടയിൽ നടക്കുന്ന ആത്മഹത്യ. എല്ലാ 45 സെക്കൻഡിലും ഒരു ക്വീർ മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. മൂന്നാം ലോക രാജ്യമായ ഇന്ത്യയിലെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സോഷ്യൽ സ്റ്റിഗ്മയാണ് ക്വീർ ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളിൽ മുൻപന്തിയിലുള്ളത്. കഴിഞ്ഞ നവംബറിൽ പ്രാൻഷു എന്ന 16-കാരൻ സോഷ്യൽ മീഡിയയിൽ ഹോമോഫോബിക് ബുള്ളിയിങ്ങിൽ മനം നൊന്ന് ആത്മഹത്യ ചെയ്തത് ഓർമ്മ കാണും. കളക്റ്റീവായ കുറ്റമാണ്, എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ക്വീർ മനുഷ്യരുണ്ട്. കാണികളിൽ ഗേയും ലെസ്ബിയനും ട്രാൻസ്ജെൻഡറും അസെക്ഷലുമായ എണ്ണമറ്റ സമൂഹങ്ങളുണ്ട്. ലൈംഗിക ന്യൂനപക്ഷങ്ങളുണ്ട്. ജീവിക്കാൻ അനുവദിച്ചേക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. വെറുതെ വിട്ടേക്കുക. അതിന് അതിസങ്കീർണമായ ഒന്നുമില്ല. എൻ്റെ സഹജീവി എന്നിൽ നിന്നും വ്യത്യസ്തനാണ്, നമ്മളൊക്കെ ജീവിക്കുകയാണ് എന്ന അതിലാഘവമായ ഒരു വിചാരമുണ്ടായേക്കുക. ക്വീർ മനുഷ്യർക്ക് ജീവിച്ചിരിക്കുക എന്നതിനപ്പുറം ഈ കെട്ടകാലത്ത് മറ്റൊരു അജണ്ടയുമില്ല. ബിഗ് ബോസ് എന്ന അത്യന്തം വിസിബിലിറ്റിയും ഓഡിയൻസുമുള്ള പ്ലാറ്റ്ഫോമുകൾ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് മുതൽ അവരുടെ പ്രസ്താവനകൾ വരെ ഗൗരവമായി കാണുക.